നമസ്കാരം. മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് സംവിധായകൻ രഞ്ജിത്തിനെ അടുത്തിടെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. നാടകീയ രംഗങ്ങൾ തന്നെയാണ് അവിടെ അരങ്ങേറിയിരുന്നത്. യുവനടി നൽകിയ ലൈംഗിക അതിക്രമ പരാതിയിലാണ് പോലീസിന്റെ നിർണായക നടപടി ഉണ്ടായത്. പീഡനക്കേസിൽ രഞ്ജിത്ത് അറസ്റ്റിലായിട്ടും സിനിമാ സംഘടനകൾ ഇപ്പോഴും മൗനം തുടരുകയാണെന്നുള്ള വിമർശനങ്ങളും ഇപ്പോൾ പലവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇപ്പോഴത്തെ രഞ്ജിത്തിന്റെ മുഖംമൂടിയെക്കുറിച്ചും അദ്ദേഹത്തിനുള്ളിൽ ഉള്ള ക്രിമിനൽ സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ആലപ്പി അഷ്റഫ്. ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പീഡന പരമ്പരയുടെ ക്ലൈമാക്സ് എന്നോണം പീഡന തമ്പുരാൻ രഞ്ജിത്ത് ഇപ്പോൾ അഴിയെണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ശീതീകരിച്ച സ്യൂട്ട് റൂമിൽ കിടന്നിരുന്ന അയാൾ ഇപ്പോൾ കൊടും കുറ്റവാളികൾക്കൊപ്പം പരിവാരങ്ങൾ ആരുമില്ലാതെ നിലത്ത് വായ വിരിച്ച് കൊതുക് കടിയും സഹിച്ചുകൊണ്ട് കിടക്കുകയാണ്. അത്യുന്നതകളിൽ വിരാജിച്ചിരുന്ന ഒരു സംവിധായകന് ഇതുപോലെ അധപതനം ഉണ്ടാവുന്നത് മലയാളത്തിൽ ആദ്യം തന്നെയാണ്. അഹങ്കാരം മൂർധന്യത്തിൽ നിൽക്കുന്ന വേളയിൽ അയാൾ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, എനിക്ക് പൊതുസമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ല എന്ന്. ഇത്തരം കാഴ്ചപ്പാടുള്ള ഒരാളെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി പിടിച്ചിരുത്തിയത് പാർട്ടി സെക്രട്ടറിയുടെ മകൻ അസിസ്റ്റന്റായി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം. സിനിമയാണ് താൻ ചെയ്യുന്ന ഏക ക്രൈം എന്ന് രഞ്ജിത്ത് പറയുന്നു. എന്നാൽ സിനിമ ചെയ്യുന്നത് കൊണ്ടല്ല രഞ്ജിത്ത് ഇന്ന് ജയിലിൽ കിടക്കുന്നത്. സിനിമയുടെ പേരിൽ പീഡന ലീലകൾ അരങ്ങേറിയതിന്റെ പേരിലാണ്. അയാളുടെ രതിവൈകൃതങ്ങളിൽ ആൺപെൺ വ്യത്യാസമില്ലെന്നതും എന്തിന് അനുയായികൾ ഉൾപ്പെടെ മൃഗങ്ങൾ വരെ ഉണ്ടെന്നതാണ് നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന സത്യം. ഇയാൾ രചനയിലും സംവിധാനത്തിലും അഭിനയത്തിലുമൊക്കെ ബഹുകേമനാണെങ്കിലും സ്വഭാവത്തിൽ വെറും തറയാണെന്നും മുഖംമൂടിയാണെന്നും അയാളുടെ ഉള്ളിൽ ഒരു ക്രിമിനൽ ഉണ്ടെന്നും ആദ്യമായി വിളിച്ചു പറഞ്ഞത് ഞാനാണ്. അന്ന് ചിലരൊക്കെ എനിക്ക് എതിരെ രംഗത്ത് വന്നിരുന്നു. ഞാൻ പറഞ്ഞതെല്ലാം 100% സത്യമാണെന്ന് അവർക്ക് ബോധ്യമായി. അന്ന് ഞാൻ പറഞ്ഞത് മലയാളത്തിലെ വയോവൃദ്ധനും പ്രതിഭാധനനും ഒക്കെയായ ഒടുവിൽ ഉണ്ണികൃഷ്ണനോട് കാണിച്ച ക്രൂരതയെക്കുറിച്ചായിരുന്നു. ഒരു തമാശയുടെ പേരിൽ മദ്യപിച്ച് ലക്കുകെട്ട് രഞ്ജിത്ത് അഹങ്കാരം കൊണ്ട് ആ സാധു മനുഷ്യനെ ചെവിക്കല്ല് നോക്കി അടിച്ച് നിലത്ത് വീഴ്ത്തിയെന്നതായിരുന്നു. അടികൊണ്ട് വീണ ഒടുവിലാനെ എല്ലാവരും ചേർന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണീരോടെയുള്ള മുഖം എനിക്ക് ഒരിക്കലും മറക്കാനാകില്ല. ഇന്നും ദയനീയമായ ആ മുഖം എന്റെ മനസ്സിലുണ്ട്. ഇത് വെളിപ്പെടുത്തിയപ്പോൾ പലരും എന്നോട് കമന്റിൽ ചോദിച്ചു, അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന്. അവന്റെ ചെവിക്കല്ല് നോക്കി ഒന്ന് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. കോടികൾ മുടക്കി ആരംഭിച്ച സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ നടന്ന ഒരു പ്രശ്നം കൂടുതൽ വഷളമാക്കുക ആയിരുന്നില്ല എല്ലാവരും ചെയ്തത്. സമാധാനപരമായി അത് പറഞ്ഞു തീർക്കുകയായിരുന്നു. ഞാൻ ഈ സംഭവം വെളിപ്പെടുത്തിയപ്പോൾ ആദ്യം വിളിച്ചത് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ ആയിരുന്നു. ഒരു കാര്യം പറയുമ്പോൾ അത് കൃത്യമായി പറയേണ്ടതെന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. ഒടുവിലാൻ വീണത് അടികൊണ്ടല്ല, അതിനോടൊപ്പം നാവിക്കിട്ട് ഒരു തൊഴി കൂടി കൊടുത്തിരുന്നു. കിഡ്നി രോഗം ബാധിച്ച അദ്ദേഹത്തിന്റെ നാവിക്കിട്ടാണ് ചവിട്ടിയതെന്ന് ഓർക്കണം. അന്ന് ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിന്റെ നിവൃത്തികേടും നിസ്സഹായ അവസ്ഥയും കാരണമാണ് തുടർന്ന് ആ പടത്തിലും പിന്നീട് അയാളുടെ മറ്റൊരു പടത്തിലും അഭിനയിക്കാൻ നിർബന്ധിതനായത്. മാത്രമല്ല രഞ്ജിത്തിനെ പോലെ ഉള്ള ഒരാളെ നേരിടാനുള്ള ശക്തിയും പ്രാപ്തിയും ആ പാപം മനുഷ്യന് ഉണ്ടായിരുന്നില്ല. അതേസമയം രഞ്ജിത്തിന് മുറുകുമ്പോൾ സംവിധായകൻ മൂലം സിനിമാ മേഖലയിൽ ദുരന്തം അനുഭവിച്ചവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയെ രഞ്ജിത്ത് ഉപദ്രവിച്ചതിന് കയ്യും കണക്കുമില്ലെന്ന് നേരത്തെ ഒരു മാധ്യമപ്രവർത്തനം വെളിപ്പെടുത്തിയിരുന്നു. 7 മാന്യന്മാരോട് ഗൂഢാലോചന നടത്തി എന്ന കേസിലാണ് നടൻ ദിലീപിനെ ഫെഫ്കയും അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒക്കെ മത്സരിച്ച് പുറത്താക്കിയത്. എന്തേ ഇത്രയും സമയമായിട്ടും ഫെഫ്കയും അമ്മയും നിർമ്മാണ സംഘടനയും ഒന്നും ഒരക്ഷരം മിണ്ടുന്നില്ല? ഇതിലെല്ലാം മെമ്പറാണ് രഞ്ജിത്ത്. പുറത്താക്ക് മനുഷ്യരെ ഇയാളെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് ജയിലിൽ ചെന്ന് രഹസ്യമായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. പെണ്ണുപിടിയനായതുകൊണ്ട് ദിലീപിനെ ഇവർ പരസ്യമായി ഫെഫ്കയിൽ നിന്നും പുറത്താക്കി. എന്നിട്ട് ജയിലിൽ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ദിലീപ് ഒരു മണ്ടനായിരിക്കും. അയാൾ വിശ്വസിച്ചു, മറ്റേ ചേട്ടൻ വന്നല്ലോ, ഈ ചേട്ടൻ വന്നല്ലോ, ആ സാർ വന്നല്ലോ എന്നായിരിക്കും. തലയിൽ കണ്ണട വെച്ച കൂട്ടങ്ങൾ അവിടെ ഉറങ്ങുകയാണോ? ആ യുവനടിക്ക് ഒരു പിന്തുണ പ്രഖ്യാപിക്കുക. നമ്മുടെ നേതാവിന്റെ പരസ്യകാമുകനായതിനാൽ ഈ തലയിൽ കണ്ണട വെച്ചവർ മിണ്ടില്ല. എന്താ ഈ അമ്മ ഭരിക്കുന്നവർ മിണ്ടാത്തത്? എന്റെ അറിവിൽ അമ്മയിലും നിർമ്മാണ സംഘടനയിലും രഞ്ജിത്ത് അംഗമാണ്. പുറത്താക്കണ്ടേ? എന്നിട്ട് ഐക്യം പ്രഖ്യാപിക്കും. ഉടനെ ഒരു സദാചാര പാലകൻ ഇറങ്ങും. സ്ത്രീ പീഡകനെതിരെ സംസ്ഥാനത്തെ ഒരു ചുവപ്പ് നേതാവിനെ വരെ കാര്യസാധ്യത്തിനായി പനിനീർത്തേൻ നുകരാൻ അവസരമുണ്ടാക്കി കൊടുത്ത മഹാനാണ് വിഗും റോസ് പൗഡറും കണ്ണുരുട്ടിയും കാണിച്ച് ഇറങ്ങാൻ പോകുന്നത്. കാരണം രഞ്ജിത്ത് ആണല്ലോ മറ്റേ സംഘടന പൊളിച്ച് കയ്യിൽ കൊടുത്തത്. അതുകൊണ്ട് ഇന്നോ നാളെയോ ഇറങ്ങി രഞ്ജിത്തിനെ കൊല വിളിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് ഇവിടെ ജീവിക്കാൻ നിവർത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരും. 2 ദിവസത്തിനുള്ളിൽ രഞ്ജിത്തിനെതിരെ വരും. ചാവേറുകളെ കൊണ്ട് തെറിയും വിളിപ്പിക്കും. ജാമ്യം കിട്ടിയാൽ എങ്ങനെയാകും രഞ്ജിത്ത് വീട്ടിൽ കയറി ചെല്ലുക? അപ്പോഴും ഒരു സംശയം, 150 പേർ ജോലി ചെയ്യുന്ന സെറ്റാണ്. അതിന്റെ നെടുംതൂണായ സംവിധായകൻ അയാളുടെ കാരവാനിലേക്ക് വിളിപ്പിച്ചപ്പോൾ ഒറ്റയ്ക്കാണോ യുവനടി കയറി ചെന്നത്? ഒറ്റയ്ക്കായിരുന്നോ ഈ കാമദേവൻ കാരവാനിൽ ഇരുന്നത്? കാരവാനിൽ ഒരാൾ വാതിൽ തുറക്കാനും അടയ്ക്കാനും AC ഇടാനും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ആയിട്ടുണ്ടാവും. നടി ചെല്ലുമ്പോൾ അയാൾ ഈ ഡോറിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിട്ടുണ്ടാവില്ലേ? സ്ഥലകാല ബോധം മറന്ന് ഈ പറയുന്ന സംവിധായകൻ പെരുമാറുമോ?
സജഷൻ പറയുന്നതിനപ്പുറം ഒന്നും നടക്കാൻ സാഹചര്യം അനുവദിക്കുന്നില്ല. കേസ് ഫലമാക്കാൻ അപമര്യാദയായി എന്നുകൂടി എഴുതി ചേർത്തത് ആവില്ലേ ഒരു ഗുമ്മിന് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വിട്ടുപിഴിച്ചാൽ മനോഭാവമൊക്കെ കാണിച്ചാൽ വരുംകാല മലയാള സിനിമയിലെ നായികയാവാം എന്നൊക്കെ പറഞ്ഞു കാണും. അതിനപ്പുറമൊക്കെ അയാൾ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വയസ്സായാലും അണ്ണൻ മരം കയറ്റം നിർത്താറില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ചോദിക്കുന്നു, കരളും കൂമ്പും ഒക്കെ റീപ്ലാൻ ചെയ്ത് അതൊക്കെ ഒന്ന് പിടിച്ചു വരുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ചാടി പുറപ്പെടാനാകുമോ? സ്ത്രീത്വത്തെ അപമാനിച്ചിരിക്കാം ഉറപ്പ്. ലൈംഗിക അതിക്രമം അതിന് കടന്നു പോയില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ തലസ്ഥാനത്ത് എല്ലാത്തിനും കയറി അഭിപ്രായം പറയുന്ന ദിലീപിന്റെ സിനിമ കാണാത്ത, ദിലീപിന്റെ പടത്തിന് ഡബ് ചെയ്തിട്ട് ദിലീപിന്റെ പടം കാണാത്ത ഒരു ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ. ഒരനക്കവും ഈ വിഷയത്തെക്കുറിച്ച് കമാന്ന് മിണ്ടിയിട്ടില്ല. മോനൊരെണ്ണം രഞ്ജിത്തിന്റെ കൂടെ പണ്ട് വർക്ക് ചെയ്തിരുന്നതിനാൽ മൗനിഭാവ ആയതാണോ അതോ നെടുമങ്ങാട് സീറ്റ് തരപ്പെടുത്താത്തതിന്റെ നിരാശയിലാണോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ശാന്തിവിള ദിനേശ് വിമർശിച്ചത്. അതേസമയം സിനിമാ സെറ്റിൽ നടിയോട് ലൈംഗികതിക്രമം നടത്തിയെന്ന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്ത് റിമാൻഡിലായ സംഭവത്തിൽ നേരത്തെ വന്ന പീഡന കേസുകളിൽ നിന്ന് ഒഴിവായത് കൊണ്ടുണ്ടായ ധൈര്യമായിരിക്കാം മൂന്നാമതും പീഡന ശ്രമം നടത്താൻ കാരണമായതെന്നും ശാന്തിവിള ദിനേശ് നേരത്തെ വിമർശിച്ചിരുന്നു. ഒന്നിൽ പിഴച്ചാൽ മൂന്നിലെന്നാണ് പ്രമാണം. പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. മൂന്നാമത്തെ കേസിൽ എന്തായാലും രഞ്ജിത്ത് ചട്ടിയിലായി. വെള്ളമടിച്ച് കരളും കൂമ്പും ഒക്കെ പോയതാണ്. പുതിയ കരൾ അരക്കോടി മുറക്കി റീപ്ലാൻ ചെയ്തെന്നും പറയുന്നു. ജീവിതത്തിലേക്ക് ശക്തമായി തിരിച്ചു വരുമ്പോൾ ഇയാൾ എന്തിനാണ് ഇത്തരം തല്ലുകൊള്ളിത്തരത്തിന് പോയതെന്ന് മനസ്സിലാകുന്നില്ല. ഇന്നത്തെ സീനിനെ കുറിച്ച് ആലോചിക്കുന്നതിന് പകരം ഇന്ന് രാത്രി ഏതവളെ കിട്ടും എന്ന് ആലോചിക്കുന്നവരെ എങ്ങനെ സംവിധായകൻ എന്ന് പറയും? ഒരുപാട് പേരുണ്ട് അങ്ങനെ. ഞാൻ ശിഷ്യനായി ജോലി ചെയ്തവർ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാനൊരു സിനിമാ സെറ്റിലും ക്രൂവിന്റെ കൂടെ താമസിക്കില്ല. കാഴ്ചകൾ കാണാനും കേസിന് പോകാനും മനസ്സിനെ വേദനിപ്പിക്കാനും തയ്യാറല്ലാത്തത് കൊണ്ടാണ് താൻ മാറി താമസിക്കുമായിരുന്നുവെന്നും ശാന്തിവിള ദിനേശ് ഓർത്തെടുത്തു. അതേസമയം സംവിധായകൻ രഞ്ജിത്തിനെതിരായ പീഡനാരോപണവും അറസ്റ്റുമൊക്കെ ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിൽ സമാനമായ സംഭവങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇത്തരം സംഭവങ്ങളിൽ ഗണ്യമായ കുറവുണ്ടായെന്ന് പറയുമ്പോഴാണ് വീണ്ടും ഒരു പ്രമുഖ സംവിധായകൻ തന്നെ ഇത്തരം ഒരു ആരോപണത്തിന് നിഴലിൽ നിൽക്കുന്നത്. രഞ്ജിത്തിന്റെ വിഷയത്തിൽ സിനിമയിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ടെന്നതാണ് മറ്റൊരു കാര്യം. ഇപ്പോഴത്തെ രഞ്ജിത്തിന്റെ അറസ്റ്റിലും സംഭവവികാസങ്ങളിലും ഒന്നും പ്രതികരിക്കാത്ത ന്യൂജൻ ഫെമിനിസ്റ്റുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് നടൻ മഹേഷ് നായർ. ദിലീപിന്റെ വിഷയം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് മഹേഷ് നായർ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല, രഞ്ജിത്തിന് കിട്ടിയത് കർമ്മഫലമാണെന്നും ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ മനസ്സ് വല്ലാതെ വേദനിപ്പിച്ചിരുന്നുവെന്നും മഹേഷ് നായർ ഓർത്തു. നേരത്തെ ഒടുവിലിനെ ഒരു ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് പരസ്യമായി രഞ്ജിത്ത് തല്ലി എന്ന ആരോപണം സൂചിപ്പിച്ചുകൊണ്ടാണ് മഹേഷിന്റെ വാക്കുകൾ. അങ്ങനെ സിംഹം കൂട്ടിലായി അല്ല. ഒരു സംശയം, സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ന്യൂജൻ നടന്മാരെയോ സ്ത്രീ വിമോചനത്തിനു വേണ്ടി ഉണ്ടാക്കിയ സംഘടനയുടെ പാർവതി മോശ പരിവാരങ്ങളുടെയോ പത്രസമ്മേളനം ഒന്നും കണ്ടില്ലല്ലോ എന്ന് മഹേഷ് നായർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ പരിഹസിച്ചു. നടൻ ദിലീപിന്റെ നേരെ ചാടിയ തലയ്ക്ക് മുകളിൽ കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്ന ഒരു ഫെമിനിസ്റ്റിനെയും എവിടെയും കണ്ടില്ല. സജിതാ മഠത്തിൽ മാത്രം പ്രതികരിച്ചത് കണ്ടു. പാവം ഒടുവിലേട്ടൻ. തനിക്കുണ്ടായ വേദനയും അപമാനവും മരണം വരെ സഹിച്ചു കാണും. കർമ്മഫലം അനുഭവിക്കുക തന്നെ വേണം എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്.